ഒരു പൂമ്പാറ്റയുടെ ചിറകടി ഇറ്റേണിറ്റിയിൽ വലിയ കൊടുങ്കാറ്റായി മാറുക. പൂമ്പാറ്റയുടെ ചിറകടിക്കുമ്പോൾ വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള എയർ വൈബ്രേഷൻസ് വരും. പക്ഷേ ആ എയർ വൈബ്രേഷൻസ് ട്രാവൽ ചെയ്ത് ഇറ്റേണിറ്റി വരെ എത്തുമ്പോഴത്തേക്കും വലിയ ടെമ്പസ്റ്റ്, വലിയ കൊടുങ്കാറ്റായി മാറും. അൽഫോൻസാമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സെയിൻറ്റ് ഉണ്ടായി. നമ്മൾ മറ്റു വിശുദ്ധരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം ഒരുപാട് പ്രസക്തിയുള്ള വിശുദ്ധരുണ്ട്. സഭാചരിത്രത്തിൽ വലിയ ബുക്സ് എഴുതിയവർ, പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നുയർന്നു നിന്നവർ, പഞ്ചക്ഷതങ്ങൾ ധരിച്ചവർ. അൽഫോൻസാമ്മ ഇതൊന്നുമല്ല. പിന്നെ എങ്ങനെ അൽഫോൻസാ വിശുദ്ധയായത്? നമ്മളെ വിസ്മയിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. അൽഫോൻസാമ്മയ്ക്ക് ജീവിതത്തിൽ ദൈവം ഒന്നും കൊടുത്തിട്ടില്ല. IELTS എഴുതിയിട്ടില്ല. വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടില്ല. 3.5 വർഷം മാത്രമാണ് ആരോഗ്യത്തോടെ ജീവിച്ചത്. ഇവിടുത്തേക്ക് സിക്കായിപ്പോയി. എൻ്റെ കിടപ്പായി. മഠത്തിൻ്റെ ചുറ്റുവട്ടത്തിനുള്ളിൽ പലപ്പോഴും ബെഡ് റിഡനായിട്ട് ജീവിച്ചു. 38 വർഷങ്ങളിൽ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മരിച്ചു പോയൊരു കുഞ്ഞ്. ജീവിതത്തിൽ നല്ലതെന്ന് പറയാൻ, സന്തോഷിക്കാനുള്ള ഒരു വകയും ദൈവം കൊടുത്തിട്ടില്ല. സത്യത്തിൽ ദൈവം അൽഫോൻസാമ്മയ്ക്കെതിരെ നിന്നു. ദൈവം എതിര് നിന്നപ്പോഴും ദൈവത്തെ അൽഫോൻസാമ്മ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചു എന്നുള്ളതാണ് അവരുടെ വിശുദ്ധി. നമുക്ക് നൽകപ്പെടാത്തതിനെക്കുറിച്ചും കിട്ടാത്തതിനെക്കുറിച്ചും ഇത്തിരി പോകുന്ന സഹനങ്ങളെക്കുറിച്ചും ഒരുപാട് പരാതി ദൈവത്തോട് പറയുന്ന നമ്മൾക്ക് മുമ്പിൽ അൽഫോൻസാമ്മ വലിയൊരു കൊടുങ്കാറ്റാണ്. ദൈവത്തോട് നമ്മൾ എത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തുക.